ഈ കിടക്കുന്നത് ആരാന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്. ജസ്ന സലീമിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഒരു കണ്ണനെ വരച്ച് വൈറലായ ഒരു മുസ്ലിം പെൺകുട്ടി. അങ്ങനെ ആയിരുന്നു സത്യം പറഞ്ഞാൽ. സോഷ്യൽ മീഡിയ മൊത്തം ഇവരെ വലുതാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവസാനം ആ സോഷ്യൽ മീഡിയ തന്നെ അടിച്ചവർ താഴെ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കാലത്ത് ജസ്ന സലീം ഉണ്ടാക്കിയ ഓളം മോദിജി വരുന്നു, മോദിജി വരുമ്പോൾ ഈ പറയുന്ന ജസ്ന കൊണ്ട് ഫോട്ടോ കൊടുക്കുന്നു, സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞ കൂടപ്പുറപ്പിനെ പോലെ കൊണ്ട് നടന്നിട്ടുള്ളതായിരുന്നു. കണ്ണനെ വരയ്ക്കുന്നു, ഓരോ 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 എന്താ പറയുക, കണ്ണനാണ് എൻ്റെ ലോകം, കണ്ണ 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 എന്ന് പറഞ്ഞ ജസ്ന സലീം പിന്നീട് അങ്ങോട്ട് എയറിലായിരുന്നു. അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഈ ഒരു വിഷയത്തിനെ കുറിച്ച് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അത് നല്ല രീതിയിൽ അറിയുന്ന കാര്യങ്ങളൊക്കെ തന്നെ. ഇപ്പോൾ ജസ്ന സലീമിൻ്റെയാണ് ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് ഓടുന്നുണ്ട്. കുറച്ച് ആൾക്കാർ വീഡിയോസൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കുറച്ച് അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഞാൻ തുടക്കം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർക്കൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇവിടെ പലരും അത് ചെയ്തിട്ടുണ്ട്, പല വ്ളോഗേഴ്സും അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു കാര്യം അവർ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. കാരണം എന്താണ് അവിടെ സംഭവിച്ചത്, ഇങ്ങനെയുള്ള കാര്യം. ഇപ്പം ജസ്ന സലീമിനെ എല്ലാവർക്കും വെറുപ്പായിരിക്കും. പക്ഷെ ആ ഒരു ഹോസ്പിറ്റലിൽ പോയി ജസ്ന അവിടെ ചികിത്സ എടുക്കുകയോ ഒരു ഇഞ്ചക്ഷനോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അത് അവരത് പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ അകത്ത് സത്യാവസ്ഥ ഉണ്ടോ ഇല്ലെന്ന് നമ്മളും കൂടെ അന്വേഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവരുടെ ഓരോ വീഡിയോസുകളും വെച്ച് നോക്കുമ്പം കാര്യമായിട്ടുള്ള കാര്യമാണ് അവർ സംസാരിക്കുന്നത്. ജസ്നയുടെ ഉള്ള വെറുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അതങ്ങോട്ട് ഒരു മിനിറ്റ് ഇതൊക്കെ മാറ്റി വെക്കാം. എന്നിട്ട് ആ ഒരു ഗൗരവമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്, അല്ലേ? ഇപ്പം നമ്മളിപ്പോൾ ജസ്ന സലീമിനോടുള്ള വെറുപ്പ് കൊണ്ട് ചിലപ്പോൾ അവൾക്ക് അതല്ല അതിൻ്റെ അപ്പുറം വേണം, അവൾ നരകിക്കട്ടെ എന്ന് തന്നെ നമ്മൾ പറയത്തുള്ളൂ. മിക്ക ആൾക്കാരും അങ്ങനെ സംസാരിക്കത്തുള്ളൂ. കാരണം ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുന്ന മൊത്തം നമ്മൾ ചത്തില്ലേ, അതല്ലേ, മറ്റേതല്ലേ, മറിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞുള്ള കമൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ആ ഹോസ്പിറ്റലിൽ അങ്ങൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അത് നാളെ ഒരിക്കലും നമ്മുടെ ആരെങ്കിലും ബന്ധത്തിലുള്ളവരായിരിക്കും അവിടെ പോകുമ്പോൾ ഇങ്ങനൊരു പണി കിട്ടുന്നെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇവിടെ എടുത്ത് വറക്കാം, അമ്മാതിരി വർത്താനം പറയാൻ പറ്റും. ജസ്ന സലീമിനെ നല്ല രീതിയിൽ പറയാനുള്ളത് പറ്റും. പക്ഷേ നാളെ ഒരിക്കലും നമ്മുടെ ആരെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ട ചേച്ചിയുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇതൊക്കെ വരുമൊക്കെ ചെയ്തിട്ടുള്ളത് കാണുമ്പോൾ അറിയാം. ഞാൻ വീഡിയോ വെച്ചുതരാം, അപ്പം മനസ്സിലാവും. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറി കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക, മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെയല്ല കൂടി. അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യതയില്ലെന്നോ. നിങ്ങൾ കിടത്തുന്നല്ലോ മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക ഒരു സ്ഥലം. ഇവിടെ പറയുമ്പോഴൊക്കെ ഒരു മയത്തി പറയണം, മരണത്തോട് മല്ലടിച്ച് കിടക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇതാണോ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്നത്? ആ സമയത്താണോ നിന്നെ കൊണ്ട് ആരെങ്കിലും വീഡിയോ എടുപ്പിക്കുന്നത്? ഇവിടെ സാമാന്യ ബോധമുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറായി സംസാരിക്കരുത്, അല്ലെങ്കിൽ സംസാരിക്കാൻ അറിയത്തില്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരെ ഫോണും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം കൂടെ നിൽക്കുന്ന ഈ ആങ്ങളുടെ കാര്യമാണെങ്കിൽ എടുത്ത് പറയാമെന്ന് വെച്ചാലും ചില ഇവൻ്റെ സംസാര രീതികളൊന്നും ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അമ്മാതിരി വൃത്തിയായിട്ട സംസാരങ്ങളും കാര്യങ്ങളൊക്കെ ചില സമയത്ത് വീഡിയോകൾ സംസാരിക്കാറുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ചില കാര്യങ്ങളൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമാണ്. ചില അല്ല, 99% ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ തന്നെ. 99% ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ സംസാര രീതികളൊക്കെ. നമ്മളുള്ള പറയണം. അതുപോലെ തന്നെ ചാനലെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ചാനൽ ഫേസ്ബുക്കിൽ കാണുവാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്തേക്കുക. പരമാവധി ഈ വിഷയം ഒന്ന് ഷെയർ ചെയ്തേക്കുക. പരമാവധി ഇവർ പറയുന്ന ഹോസ്പിറ്റലിൽ പോണ്ടിച്ചേരി ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അത് സത്യമാണെങ്കിൽ അത് പുറത്തു കൊണ്ടുവരണം. ജസ്ന സലീം വേറെ, ഇതുപോലുള്ള ഹോസ്പിറ്റൽ കേസ് വേറെ. ഞാൻ അതാണ് ഇവിടെ വീഡിയോ ഉദ്ദേശിക്കുന്നത്. പല ആൾക്കാരും അത് പറയുന്നതായിട്ട് ഞാൻ കണ്ടില്ല. ജസ്നയോടുള്ള ദേഷ്യം കൊണ്ട് ജസ്നെ അങ്ങ് വഴക്ക് പറയുമോ എല്ലാവരും. ഓക്കെ, വഴക്ക് പറയുമോ, കാരണം അതുപോലാണ് ചേച്ചി കാട്ടിക്കൂട്ടിയതൊക്കെ. ചേച്ചിയോട് ആര് സഹകരിച്ചാലും ഇല്ലെങ്കിലും എന്താ പറയണ്ട, കൂടുതൽ അടുത്താലും ആ വ്യക്തിയെക്കുറിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ ചേച്ചി പീഡിപ്പിച്ചെന്നും പറഞ്ഞിട്ടായിരിക്കും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പോകുന്നത്. അതോടെ തന്നെ നമുക്ക് അന്നേ കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുള്ളതാണ് ജസ്നെ കുറിച്ച്. ഓക്കെ, നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്
പോണ്ടിച്ചേരി അല്ല കേട്ടോ, കൊയിലാണ്ടി, സോറി. ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെയുള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കുക, നമുക്കൊരു വേണ്ട നടപടിയും നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതിന് വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവിടെ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവും. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യാം. ഇതിന് അന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ് ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെന്റിന് ചിലവാകുന്ന എല്ലാവിധ ചെലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിയിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് വിട്ടത്. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു നടപടിയോ അല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. ഇതിനു മുമ്പേ ഒരു ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിന്റെ റിവ്യൂ കേട്ടാൽ പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പൊ ഇതാണ് അന്ന് അവിടുന്ന് കാല് ഇഞ്ചക്ഷൻ ചെയ്തതിന് ശേഷമുള്ള ആ ഒരു അവസ്ഥ. നിങ്ങൾ തന്നെ കണ്ടാ അറിയാം ആ ഒരു കാലിന്റെ വീക്കും കാര്യങ്ങളൊക്കെ. അപ്പൊ അത്രത്തോളം ആ ഒരു നേഴ്സിനോട് ചെയ്യരുത് ഇതാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യം ചെയ്ത് കാലിങ്ങനെ ആക്കി വെച്ച് ആ നേഴ്സിനോടൊക്കെ എന്തെന്നാ പറയേണ്ടത്. ഞാനിപ്പോ ഈ വീഡിയോ വന്ന് നിങ്ങൾക്ക് ഈ കാല് കാണിച്ചു തരാനോ അല്ലെങ്കിൽ ഈ കാലിങ്ങനെ കണ്ടിട്ട് സന്തോഷിക്കാനോ സങ്കടപ്പെടാനോ ഒന്നുമല്ല. എന്റെ പൊന്നു ചങ്ങായി, ജസ്ന സലീമിന്റെ ഈ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം കണ്ണനോട് കണ്ണന്റെ പേരും പറഞ്ഞ് കാണിച്ച ഓരോ കാര്യങ്ങളാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും ഇത് കണ്ണൻ കൊടുത്ത ശിക്ഷയാണെന്നേ ആൾക്കാർ പറയത്തുള്ളൂ. ഓക്കെ, കാരണം ചെയ്തു കൂട്ടിയതൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് ഏതോ ഒരു സ്ത്രീ എന്നല്ല, ഇവരുടെ കമന്റ് ബോക്സിൽ സ്ഥിരം വന്ന് കമന്റ് ഇടുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, തെറി വിളിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു വീഡിയോയും ചെയ്യുമായിരുന്നു തോന്നുന്നു. അവര് കിടക്കുന്നു ഗുരുവായൂർ അമ്പലത്തിൽ വന്നപ്പോൾ ഇവളും ഇവനും കൂടെ ചെന്നിട്ട് അവിടെ പോയി സീൻ ഉണ്ടാക്കി. പോയി മെയിനായിട്ട് പോയി സീൻ ഉണ്ടാക്കിയത്. ഇവനൊരു പാവത്തിനെ പോലെ ഇരുന്നൊരുത്തനായിരുന്നു. ഇവനവിടെ പോയി സീൻ ഉണ്ടാക്കി. അതോടാണ് ഇവർക്ക് ഗുരുവായൂർ കയറാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നത്. അവിടെ ക്യാമറയും കാര്യങ്ങളും ഒന്നും കൊണ്ടുവരാൻ പറ്റാത്തൊരു ഒറ്റ സിറ്റുവേഷൻ. ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ തന്നെ ഇരുന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കാര്യം എന്താണെന്ന്. എന്തൊക്കെ കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട്, എന്തൊക്കെ കോപ്രായങ്ങൾ. എല്ലാം മാസമാണെന്ന് പറഞ്ഞ് കാണിക്കാൻ പോയതാ. എങ്ങനെ പോയാലും ഹിന്ദുക്കളെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഹിന്ദുക്കൾ വെറുത്തു. എന്തിന്? മുസ്ലിംസ് പോലും ഇപ്പൊ തിരിഞ്ഞു നോക്കുന്നില്ല. മുസ്ലിംസോ കാര്യങ്ങളോ ഒന്നും വരെ തിരിഞ്ഞു നോക്കുന്നില്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പറയുമ്പോൾ നമ്മളെല്ലാം കൂടെ പറയണമല്ലോ. ഓക്കെ, നമുക്കിനി എന്താ പറയാനുള്ളേ? വേറൊരു വീഡിയോ വെക്കാം. എനിക്ക് നോട്ടം പോകാനുണ്ട് സമയത്ത്, അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു ചെയ്ത് ഡിസ്ചാർജായി പോയതാണ്. നമുക്ക് ആർക്കും വരുന്ന ഒരു അവസ്ഥയാണിത്. ഞാൻ അവിടെ കാണിച്ചില്ല, അവിടെ വീട്ടില്ല എനിക്ക് ഓട്ടം പോകാനുള്ളതിനെ കൊണ്ട് ഞാൻ പോവുകയും ചെയ്തു. ഞാനിത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ആ ഒരു സംഭവം, അതായത് ഇങ്ങുമായിരിക്കും വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ ഡോക്ടർ പറഞ്ഞതെന്താ വെച്ചാൽ ഇത് പല പ്രശ്നം വരും. ശ്വാസം മുട്ടിനെ കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് വരും, പനി, പിന്നെ ആള് മരിച്ചു പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. കാരണം ആ ഒരു മരുന്ന് എന്ന് പറഞ്ഞത്. എന്നിട്ടും ആ നേഴ്സിന്റെ ആ ഒരു തെറ്റ് ആ നേഴ്സ് അംഗീകരിക്കുന്നില്ല. അത് തെറ്റ് പറ്റിപ്പോയി എന്നുള്ള രീതിയിലൊന്നും സംസാരിക്കുന്ന പോയില്ല. ഒന്നാമത് തമിഴ്നാടാന്ന് തോന്നുന്നു സ്ഥലം. അവര് പിന്നെ വലിയ വാല്യൂ ഒന്നും കൊടുക്കത്തില്ല മലയാളികൾക്കൊക്കെ. അത് അങ്ങനെ ഒരു സാധനങ്ങൾ കുറെ എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി ജസ്നയ്ക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചൊന്ന് കേൾക്കാം. പറ. എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളത് അറിയാത്തൊരു സംഭവമാണ്.
അതാണ് ഗുരുവായൂർ കാണിച്ചു കൂട്ടിയ ഓരോ കോപ്രായങ്ങൾ. പറഞ്ഞ മനസ്സിലായോ? അതാർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കുട്ടിയെ. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. അപ്പോ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തനും വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്ന് ഷോക്കായി പോയിട്ടോ. അപ്പൊ നിങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്യാറില്ലേ, ഇതെന്തേ റെക്കോർഡ് ചെയ്യാൻ? എൻ്റെ അടുത്ത് ഫോണില്ല, അതിനൊരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അത് ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കേട്ടണം കേട്ടോ, അല്ലാതെ പറ്റില്ല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഫോണിൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഒരു ഫോണായി എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചു ചെല്ലുമ്പോൾ സ്വീകരണം കിട്ടുന്നതിനെക്കാട്ടിലും തോറ്റു ചെല്ലുമ്പോഴാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. കാരണം അത്രയും ആൾക്കാർ ജസ്റ്റ് ഒരു വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാർ തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിൻ്റെ പേര് ഭയങ്കര സമൂഹം തന്നെയല്ലേ. അല്ല, ഞാൻ ഈ ഒരു കാര്യം എടുത്ത് കാണുന്നവരോട് ഞാൻ പറയാം, ഞാൻ ഈ പറയുന്ന ജസ്നയ്ക്ക് സപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല ഞാനിവിടെ പറയുന്നത്. എല്ലാവരെ പോലെ തന്നെ എനിക്കും കണ്ടെടുത്താൽ കണ്ടുകൂടാ, അത് വേറെ കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷേ ഇവർ പറയുന്ന ആ ഒരു കാര്യത്തിൽ സത്യമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഇത് കാണുന്നവരെ നിങ്ങളുടെ ആരെങ്കിലും കുടുംബത്തിൽ ഒരാൾക്ക് ചെന്നിട്ട് എന്തെങ്കിലും ഒരു വഴിയായി ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സംഭവിക്കുവാണെങ്കിൽ നമ്മൾ അന്ന് ഇവൾ പറഞ്ഞ് ശരിയായിരുന്നു, നമ്മൾ പക്ഷെ അന്ന് അവളെ ചിരിച്ച് കളിച്ച് ഇതായിട്ട് അങ്ങ് വിട്ടു എന്നുള്ള രീതിയിലാവരുത്. പറഞ്ഞാൽ മനസ്സിലായോ? ഇതൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. നമുക്ക് എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കാം. നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നമ്മൾ ആ സത്യം അറിയണം. ഇവിടെ ആരും വിട്, പക്ഷെ ആ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ആൾക്കാരുടെ അടുത്ത് ആ ഒരു മെസ്സേജ് കൊടുക്കണം, ഇന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പരമാവധി അവിടെ പോവാതിരിക്കുക. ഇപ്പം ഞാനിവിടെ പല ആൾക്കാരും ഇവക്കെതിരെ വീഡിയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു മനുഷ്യർ പോലും എന്താ പറയണ്ടേ ആ കാര്യത്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങളായിട്ടൊന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഇത് പറയുന്നത്. അന്നും ജസ്റ്റിനോട് നമുക്ക് കലിപ്പേ ഉള്ളൂ. പക്ഷേ ഹോസ്പിറ്റൽ കേസാണ്, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, കൂടുതലൊന്നും ഇവിടെ വീഡിയോ വെക്കുന്നില്ല. വെറുതെ എന്തിനാ ഇവർക്ക് റീച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. ബൈ, ലവ് യു ഓൾ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ